ഹലോ സുഹൃത്തുക്കളെ, ഇത് കണ്ടില്ലേ? ഇത് കൊടകാണ് സ്ഥലം. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈത്തപ്പഴത്തിൻ്റെ മരമാണ്. ഈത്തപ്പഴ മരം തന്നെയാണ് കൊലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇതാണ് സാധനം, നമ്മളെ എണ്ണക്കുരു എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മൾ ഓയിലൊക്കെ നിർമ്മിക്കണത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഈത്തപ്പഴമാണോ? ആദ്യം ഞാനും വിചാരിച്ചത് അത് തന്നെയാണ്. പിന്നെയാണ് മനസ്സിലായത് ഇതിങ്ങനെ കൊലായിട്ട് ഇങ്ങനെ വെട്ടി താഴോട്ടിട്ടിട്ട് അത് പിന്നെ എല്ലാം കൂടി അവിടുന്ന് കയറ്റി പോകുമ്പോൾ കാണാം. കണ്ടില്ലേ? ഒന്നായിട്ട് പിന്നെ അവിടുന്ന് ലോറിക്ക് അങ്ങനെ കയറ്റി പോവാണ്. ലോറിക്ക് അത് കയറ്റി ഇങ്ങനെ പോകുമ്പോൾ അവിടെ കൊണ്ടുവരുമ്പോൾ അത് വല്ല തെങ്ങും കുറ്റി മാതിരിയുണ്ട്. അങ്ങനെ ഏതായാലും ഇതിൻ്റെ എണ്ണൻ്റെ കമ്പനി ഒന്ന് കാണാം. ഏതായാലും അവിടുന്ന് വെട്ടി കൊണ്ടുപോകണ്ടല്ലോ. അങ്ങനെ കമ്പനിയിലേക്ക് ഇത് എത്തിയാൽ അതാ ആ ട്രെയിനിന് അതങ്ങനെ കയറി പോവാണ്. അതങ്ങനെ കയറിപ്പോയിട്ട് അതുകൊണ്ട് ഇനി എന്തൊക്കെ കാട്ടണം എന്നുള്ളത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഓയിൽ നിർമ്മാണം കേട്ടോ. അപ്പോൾ അത് വേണ്ടില്ലേ, ഇത് മൊത്തം തെങ്ങും കുറ്റി മാതിരിയുണ്ട്. ഇനി അതങ്ങനെ മെഷീനിൽ അങ്ങനെ പോയിട്ട് അവിടുന്ന് ഉടച്ച് അതിൻ്റെ കായ് വേറാക്കി എന്നിട്ട് അത് ഇനി അടുത്ത മെഷീനിലേക്ക് പോകണത് കാണാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ കണ്ടോളിയും എണ്ണ ഓയിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെ അത് ആ റെയിലിന് അങ്ങനെ പോയിട്ട് അത് ഉടച്ച് ആ കായ് മാത്രമായി. ഇനി ആ കായ മാത്രം അതിൻ്റെ ശേഷം അത് പിന്നെ എന്തൊക്കെയാ ചൂടാക്കി അങ്ങനെ ആക്കി എല്ലാം കൂടി തിളപ്പിച്ച് വേവിച്ച് അത് കൊപ്പര ആട്ടണ മാതിരി ആട്ടിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങണുണ്ടെങ്കിൽ അങ്ങനെ അത് അരച്ചിങ്ങോട്ട് ഇറക്കിയിട്ട് പിന്നെ അത് അങ്ങേ പുറത്ത് കൂടെ വീണ്ടും ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുള്ള് തെങ്ങും കുറ്റി മാതിരി അതിൻ്റെ ആ കുറ്റിയൊക്കെ ഇനി വേറെ പോയിട്ട് അതിൻ്റെ കായ് മാത്രം ഇങ്ങനെ വരുന്നത് കാണാം മെഷീൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് അത് ഒന്നായിട്ട് ഫ്രൈ ആക്കിയ മാതിരി ആക്കിയിട്ടതാ ഇങ്ങനെ പുറത്ത് ഇനി അതിൻ്റെ ഓയിലായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരും. പിന്നെ അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഇതുണ്ടില്ലേ, ഓയിലിങ്ങനെ വെള്ളച്ചാട്ടം മാതിരി ഒന്നായിട്ട് വരുന്നത്. ഇനി ഇതുകൊണ്ട് ഫിൽട്ടർ ചെയ്തിട്ട് ഓയിലായിട്ട് സെപ്പറേറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ശരിക്കും കണ്ടാലും മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മളൊക്കെ വിചാരിച്ചത് വല്ല ഈത്തപ്പഴത്തോട്ടോ വല്ല ഈത്തപ്പഴൊക്കെയാണ്, പക്ഷെ അതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ വരും. അത് കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട, വീണ്ടും നമ്മൾ വരും. അതുവരെ നമുക്ക് പിരിയാം. ഓക്കെ. അതുകൊണ്ട് തെങ്ങും കുറ്റി തന്നെ എന്നേ കരുതുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ കണ്ടാൽ ആദ്യം ഞാനും കണ്ടപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. അങ്ങനെയാണ് അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് പഠിക്കാമെന്ന് വെച്ചു. അങ്ങനെ അത് എടുക്കണ കണ്ടപ്പോൾ അതിൻ്റെ ഫാക്ടറിയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. അങ്ങനെ കൊടക് ഭാഗത്താണ് ഇതിൻ്റെയൊക്കെ സംഭവങ്ങൾ. അവിടെ തോട്ടങ്ങൾ തന്നെ ഉണ്ട് ഈ എണ്ണക്കായൻ്റെ. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോണോല് ഈ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അറിവുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ, ബൈ.